ഹലോ ഗൈസ്, ഇത് എവിടെ കേട്ടിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് കേൾക്കുന്നത് ഇത് ഗ്ലാമിക് ചേച്ചി പറയുന്ന ഒരു ഇൻട്രോ ആണ് കേട്ടോ. ഹലോ ഗൈസ്, അത് നമുക്ക് കുറച്ചൊന്ന് പിച്ച് മാറ്റി പിടിക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കണ്ണൂർ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് ഔട്ട്ഫിറ്റ്. ഓക്കെ, 11:55 അതായത് 11:55 ഇവിടുന്ന് വീട്ടിന്റെ മുന്നിൽ തന്നെ ബസ്സുണ്ട്, അനുഗ്രഹങ്ങൾ. അപ്പൊ ആ ബസ്സിലാണ് പോണ്ടത്. അപ്പം ബാക്കി എന്തിനാണ് കണ്ണൂർ പോകുന്നത് അതൊക്കെ വഴിയെ കാണാം. അപ്പൊ പോയാലോ. ആശാമ വ്ളോഗാണ് കേട്ടാ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എസ്കുലേറ്ററിൽ കയറിയിട്ട് എന്നാ ഇത് സെക്കൻഡ് ഫ്ലോറിലെത്തി. സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഇത് 4th ഫ്ലോർ ലിഫ്റ്റിൽ അമർത്തി. സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് അവിടെ മുകളിൽ കയറി എസ്കലേറ്റർ ഇല്ല. എന്നിട്ട് നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് 4th ഫ്ലോർ അമർത്തി. അപ്പോൾ താഴത്തുനിന്ന് ക്ലീൻ ചെയ്യേണ്ട ആൻറ്റി ഫസ്റ്റ് ഫ്ലോർ അമർത്തിയോട്ട് വീണ്ടും ഫസ്റ്റിലേക്ക് വന്നു. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ എത്തി. എന്ന് നമ്മൾ വീണ്ടും ലിഫ്റ്റ് കയറി 4th ഫ്ലോറിലേക്ക് എത്തണം. ഇതാണ് ആള് എന്നാ കളിച്ചു കൂട്ടുന്നത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. എന്തൊക്കെ ബ്ലോഗിൽ എന്തെങ്കിലും പറയണം ഗായ്സ്. ഇവിടെ നോക്കണം. ദിസ് ഇസ് ക്യാമറ. ഞാൻ എപ്പോഴും ഇവിടെ നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് വൈബി ഫാമിലി സലൂൺ ആൻഡ് സ്പാലാണ്. പുള്ളിക്കാരിക്ക് ഹെയർ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനാണ് വന്നത്. അവിടെ എത്തിയോടെ നമുക്ക് ചേച്ചി ജ്യൂസൊക്കെ തന്നു കേട്ടോ. ജ്യൂസൊക്കെ കഴിച്ച് നമ്മളങ്ങനെ ഹെയർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവർ ചോദിച്ചു സജഷൻസ് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫേസിനും ഹെയറിനും ഒക്കെ ഓക്കെ ആവുന്ന രീതിയിലുള്ള ഒരു ഹെയർ കട്ട്, അത് ലെയറായിട്ട് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മളിതാ ഹെയർ വാഷിംഗ് ഒക്കെ തുടങ്ങി. അവിടുത്തെ സർവീസ് പറയുകയാണെങ്കിൽ നല്ല സർവീസായിരുന്നു, അടിപൊളിയാണ്. അവിടുത്തെ സ്റ്റാഫായാലെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ബിഹേവിങ് കാര്യങ്ങളൊക്കെ. പക്ഷെ ആകെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ, ഞാൻ പക്ക പോസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പിടിക്കും ഞാൻ ഇതുവരെ ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ത്രെഡിങ് കൂടി ചെയ്യണമെന്നുണ്ട് അതിനിടയിൽ. അങ്ങനെ പുള്ളിക്കാരി ഇതാ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് വന്നു, ഫുൾ സെറ്റായി. അപ്പോൾ ഹെയർ കട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു സലൂണിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കണ്ണൂർ പുതിയ സ്റ്റാൻഡിൽ പോകുന്ന റോഡിൽ. റാക്കിൽ എല്ലാവരും പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ റാക്കിൻ്റെ കോംപ്ലക്സിൽ 4th ഫ്ലോറിലാട്ടോ ഈ ഒരു സലൂണ് വരുന്നത്. പുള്ളിക്കാരുടെ ഹെയർ കട്ടിങ് കണ്ടിന്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പോയിട്ടിതാ ത്രെഡൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വന്നു. ഫസ്റ്റ് ടൈം ആട്ടെ ഞാൻ ത്രെഡ് ചെയ്യുന്നത്. അതിൻ്റെ പെയിൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്ത് വന്നപ്പോൾ ആള് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇതാ ബ്ലോ ഡ്രൈ ചെയ്ത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഫൈനൽ ലുക്ക് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ആളും എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്. അപ്പം നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഓക്കെ, അടിപൊളിയായിട്ടാട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്ത് രസമായിരുന്നു. ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞാൽ നല്ല പ്രായമുണ്ട് പുള്ളിക്കാരിക്ക്. പക്ഷെ എന്ത് രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ലെയർ. അത്രയും അടിപൊളി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ പറഞ്ഞത് ചിന്നിനെ കുറച്ച് താഴെയായിട്ട് കട്ട് ചെയ്താൽ മതി എന്നാ, അതുപോലെ പറഞ്ഞതുപോലെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആളും നല്ല ഹാപ്പിയാണ്. ഇഷ്ടമായോ? നമ്മൾ ഇറങ്ങി, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്? സോഫ്റ്റില MRI ഖമോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹോട്ടലിൽ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് ബിരിയാണി സെർവ് ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. ഇല്ലെങ്കിൽ പൊതുവെ നമുക്ക് പ്ലേറ്റിലാണല്ലോ കിട്ടാറ്. ഇത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ലൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. ആരെങ്കിലും കണ്ണൂർ MRIന്ന് ഇതുപോലെ ബിരിയാണി കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ചമ്മന്തി ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, അതുപോലെ അച്ചാറുണ്ടായിരുന്നു. പുള്ളിക്കാരെ അടിപൊളിയായിട്ട് അടിക്കാനും തുടങ്ങി. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് പോയി കാണാം. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിതാ ബസ്സിന് വേണ്ടി കാത്തിക്കുകയാണ്. എനിക്ക് വീഡിയോ ആൾക്കാരുടെ മുന്നിൽ നിന്ന് എടുക്കാനുള്ള ഇൻസെക്യൂരിറ്റീസ് ആണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.